ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചൊരു സംശയമാണ്, ഇരുമ്പൻ പുളി അഥവാ പുളിഞ്ചിക്ക നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൃക്കരോഗമുണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. ഇരുമ്പൻ പുളിക്കകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഓക്സലേറ്റ് ക്രിസ്റ്റലുകൾ അടങ്ങിയിട്ടുള്ള ഒരു പഴവർഗ്ഗമാണ് ഇരുമ്പൻ പുളി അഥവാ പുളിഞ്ചിക്ക എന്ന് പറയുന്നത്. ഇത് നമ്മളിപ്പോൾ വല്ലപ്പോഴും ഇപ്പോൾ അച്ചാറൊക്കെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മളിപ്പോൾ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനെന്നതിൻ്റെ പേരിൽ നമ്മൾ ഉയർന്ന അളവിൽ നമ്മൾ ഇപ്പോൾ ഇരുമ്പൻ പുളി ജ്യൂസൊക്കെ ആക്കിയിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓക്സലേറ്റ് ഒരേ സമയം വളരെ ഉയർന്ന അളവിൽ നമ്മുടെ ശരീരത്തിലെത്തുകയും വൃക്കകൾക്കകത്ത് ഈ ഓക്സലേറ്റുകൾ വന്ന് അടിഞ്ഞുകൂടാനും വൃക്കകൾക്ക് ഇഞ്ചുറി ഉണ്ടാകാനും സാധ്യതയുണ്ട്. വൃക്കകൾക്കകത്തുള്ള കോശങ്ങൾ നശിച്ചു പോയി കഴിഞ്ഞാൽ ക്രമേണ വൃക്കരോഗമുണ്ടാകാനോ വൃക്കകൾക്കൊരു അക്യൂട്ട് നെഫ്രൈറ്റിസ് പോലുള്ള ഒരു കണ്ടീഷൻ, വൃക്കകൾ സഡനായിട്ട് സ്തംഭിച്ചു പോകാനുള്ളൊരു അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് ഇരുമ്പൻ പുളി അഥവാ പുളിഞ്ചിക്ക നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴും അല്പം അച്ചാറൊക്കെ വെച്ചിട്ട് അല്പം കഴിക്കുക. കാരണം ഭക്ഷണത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇത് വലിച്ചെടുക്കപ്പെടുന്ന ഓക്സിഡേറ്റിൻ്റെ അളവ് വളരെ കുറവാണ്. ഒരിക്കലും ഇരുമ്പൻ പുളി ജ്യൂസാക്കി കഴിക്കരുത്.